കേരള നിയമസഭ കേരള നിയമസഭ പാസാക്കിയ കേരള കാർഷിക ബന്ധ ബില്ലിൽ ഉൾപ്പെടാത്തത് ഏത്? മിച്ചഭൂമിയുടെ ഉടമസ്ഥാവകാശം ജന്മിമാർക്ക് നൽകുക എന്നത്. കേരള നിയമസഭ പാസാക്കിയ കേരള കാർഷിക ബന്ധ ബില്ലിൽ ഉൾപ്പെട്ടവയാണ് കൈവശ ഭൂമിക്ക് പരിധി നിശ്ചയിക്കുക, പാട്ടവ്യവസ്ഥകൾ റദ്ദാക്കുക, ജന്മിത്വം അവസാനിപ്പിക്കുക എന്നിവ. കേരള നിയമസഭ പാസാക്കിയ കേരള കാർഷിക ബന്ധ ബില്ലിൽ ഉൾപ്പെട്ടവയാണ് കൈവശ ഭൂമിക്ക് പരിധി നിശ്ചയിക്കുക, പാട്ടവ്യവസ്ഥകൾ റദ്ദാക്കുക, ജന്മിത്വം അവസാനിപ്പിക്കുക. കേരളത്തിലെ 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര്? KN ഹരിലാൽ. കേരളത്തിലെ 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KN ഹരിലാൽ. കേരളത്തിൽ ഇപ്പോഴത്തെ DGP ആര്? റവാഡ A. ചന്ദ്രശേഖർ. കേരളത്തിൽ ഇപ്പോഴത്തെ DGP റവാഡ A. ചന്ദ്രശേഖർ. ഏത് സാങ്കേതിക വിദ്യയ്ക്കാണ് 2020 കാർപെൻറ്റിയർ, ജെനിഫർ എഡ്വേർട്ടന എന്നീ ശാസ്ത്രജ്ഞർക്ക് രാസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? CRISPR-Cas9. ഏത് സാങ്കേതിക വിദ്യയ്ക്കാണ് 2020 കാർപെൻറ്റിയർ, ജെന്നിഫർ എഡ്വേർട്ടന എന്നീ ശാസ്ത്രജ്ഞർക്ക് രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? CRISPR-Cas9. ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് ഏത് നാമത്തിലാണ്? സൂപ്പർ ബഗുകൾ. ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് ഏത് നാമത്തിലാണ്? സൂപ്പർ ബഗുകൾ. കണ്ണുകളെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്ന എൻസൈമിൻ്റെ പേര്? ലൈസോസൈം. കണ്ണുകളെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്ന എൻസൈമിൻ്റെ പേരാണ് ലൈസോസൈം. നോസിസെപ്ഷൻ എന്ന പ്രവർത്തനം ഏത് സംവേദനവുമായി ബന്ധപ്പെട്ടതാണ്? വേദന. നോസിസെപ്ഷൻ എന്ന പ്രവർത്തനം ഏത് സംവേദനവുമായി ബന്ധപ്പെട്ടതാണ്? വേദന. താഴെ തന്നിരിക്കുന്നവയിൽ DNA-യിൽ ഇല്ലാത്ത നൈട്രജൻ ബേസ് ഏത്? യുറാസിൻ. താഴെ തന്നിരിക്കുന്നവയിൽ DNA-യിൽ ഇല്ലാത്ത നൈട്രജൻ ബേസാണ് യുറാസിൻ. DNA-യിലുള്ള നൈട്രജൻ ബേസുകളാണ് തൈമിൻ, അഡിനിൻ, ഗ്വാനിൻ. ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് എന്ന്? സെപ്റ്റംബർ 29. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. അനൈറോബിക് ശ്വസനം നടക്കുന്നത് ഏതിൽ? ബാക്ടീരിയ. അനൈറോബിക് ശ്വസനം നടക്കുന്നത് ഏതിൽ? ബാക്ടീരിയ. RBCയിലെ വർണ്ണകം? ഹീമോഗ്ലോബിൻ. RBCയിലെ വർണ്ണകം ഹീമോഗ്ലോബിൻ. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 6-ഉം ഫോക്കസ് ദൂരം F-ഉം ആണെങ്കിൽ രണ്ടും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന സമവാക്യമാണ്? ഓപ്ഷൻ സി, F=R/2. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 6-ഉം ഫോക്കസ് ദൂരം F-ഉം ആണെങ്കിൽ രണ്ടും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന സമവാക്യമാണ് F=R/2. കുത്തനെ മുകളിലേക്ക് എറിഞ്ഞ പന്ത് 100 മീറ്റർ മുകളിലേക്ക് സഞ്ചരിച്ച ശേഷം തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ എത്തുകയാണെങ്കിൽ പന്തിൻ്റെ സ്ഥാനാന്തരണം എത്രയായിരിക്കും? 0. കുത്തനെ മുകളിലേക്ക് എറിഞ്ഞ പന്ത് 100 മീറ്റർ മുകളിലേക്ക് സഞ്ചരിച്ച ശേഷം തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ എത്തുകയാണെങ്കിൽ പന്തിൻ്റെ സ്ഥാനാന്തരണം എത്രയായിരിക്കും? 0. മനുഷ്യന് ശ്രവണ സാധ്യമായ ശബ്ദപരിധി താഴെ കൊടുത്തിരിക്കുന്നവയിൽ എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. മനുഷ്യന് ശ്രവണസാധ്യമായ ശബ്ദപരിധി താഴെ കൊടുത്തിരിക്കുന്നവയിൽ എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശിവശക്തി. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശിവശക്തി. APAAR-ID-യുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏത്? ഒരു രാഷ്ട്രം ഒരു സ്റ്റുഡൻ്റ് ID. APAAR-ID-യുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായത് ഒരു രാഷ്ട്രം ഒരു സ്റ്റുഡൻറ് ID.
താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയുന്ന ഒരു പദാർത്ഥമാണ് വജ്രം. അതൊരു തെറ്റായ പ്രസ്താവനയാണ്. ശരിയായ പ്രസ്താവനകൾ: ഗ്രാഫൈറ്റ്, വജ്രം എന്നിവ കാർബണിന്റെ ക്രിസ്റ്റീയ രൂപാന്തരങ്ങളാണ്. ഗ്രാഫൈറ്റ്, വജ്രം എന്നിവ കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ്. പ്രകൃതിദത്തമായ ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥമാണ് വജ്രം. സ്നേഹകമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പദാർത്ഥമാണ് ഗ്രാഫൈറ്റ്. സ്നേഹകമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പദാർത്ഥമാണ് ഗ്രാഫൈറ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഉത്കൃഷ്ടവാതകം? ഓപ്ഷൻ സി 2ഉം 4ഉം. ഹീലിയം, നിയോൺ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാമാണ് ഉത്കൃഷ്ടവാതകം അഥവാ വാതകങ്ങൾ? ഹീലിയവും നിയോണും. കാർബൺ ഡൈ ഓക്സൈഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ളത് ഏത്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ജലീയ ലായനിയുടെ pH മൂല്യം 7 കൂടുതലായിരിക്കും. അതൊരു തെറ്റായ പ്രസ്താവനയാണ്. കാർബൺ ഡൈ ഓക്സൈഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: കാർബൺ ഡൈ ഓക്സൈഡ് ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയാത്തൊരു വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന ഒരു വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഹരിതഗ്രഹ വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്: കാർബൺ ഡൈ ഓക്സൈഡ് ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയാത്തൊരു വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന ഒരു വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഹരിതഗ്രഹ വാതകമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകം അഥവാ വാതകങ്ങൾ ഏത്? ഓപ്ഷൻ ബി 2ഉം 4ഉം. സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഡൈ ഓക്സൈഡും. അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകങ്ങളാണ് സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1ഉം 2ഉം. അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയർ എന്ന പാളിയാണ് ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത്. സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നു. ഇവ രണ്ടും ശരിയാണ്. അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയർ എന്ന പാളിയിലാണ് ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത്. സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നു. കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരം. കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ആദ്യമായി ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? നീലക്കുയിൽ. ആദ്യമായി ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം നീലക്കുയിൽ. വരിക വരിക സഹചരി സഹന സമര സമയമായി എന്ന പ്രസിദ്ധ ഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? പയ്യന്നൂർ സത്യാഗ്രഹം. വരിക വരിക സഹചരി സഹന സമയമായി എന്ന പ്രസിദ്ധ ഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? പയ്യന്നൂർ സത്യാഗ്രഹം. താഴെ പറയുന്നവയിൽ ഏത് ക്ലാസിക്കൽ നൃത്തമാണ് ജനിച്ച ഗ്രാമത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്? കുച്ചിപ്പിടി. താഴെ പറയുന്നവയിൽ ഏത് ക്ലാസിക്കൽ നൃത്തമാണ് ജനിച്ച ഗ്രാമത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്? കുച്ചിപ്പുടി. MT വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ്? ഭീമസേനൻ. MT വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ഭീമസേനൻ. 2023 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് ഏത് രാജ്യത്താണ്? ഇന്ത്യ. 2023 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം നടന്നത് ഇന്ത്യയിൽ. ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടിയ മലയാളി താരമായ മിന്നു മണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ക്രിക്കറ്റ്. ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടിയ മലയാളി താരമായ മിന്നു മണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ക്രിക്കറ്റ്. സാധനങ്ങളിലെ ദ്വിമാന കോഡിൻ്റെ വിശദാംശങ്ങൾ സ്കാൻ ചെയ്യാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം ഏതാണ്? QR കോഡ് റീഡർ. സാധനങ്ങളിലെ ദ്വിമാന കോഡിൻ്റെ വിശദാംശങ്ങൾ സ്കാൻ ചെയ്യാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് QR കോഡ് റീഡർ. ഓപ്പൺ സോഴ്സ് ബ്രൗസർ സോഫ്റ്റ്വെയറിന് ഒരു ഉദാഹരണം ഡാഷാണ്. മോസില്ല ഫയർഫോക്സ്. ഓപ്പൺ സോഴ്സ് ബ്രൗസർ സോഫ്റ്റ്വെയറിന് ഒരു ഉദാഹരണമാണ് മോസില്ല ഫയർഫോക്സ്.
ഏത് നെറ്റ്വർക്ക് ഉപകരണം അതിലേക്ക് ബന്ധിപ്പിക്കുന്ന എല്ലാ നോഡുകളുടെയും വിലാസം സംഭരിക്കുന്നു? ഹബ്ബ്. ഏത് നെറ്റ്വർക്ക് ഉപകരണമാണ് അതിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ നോഡുകളുടെയും വിലാസം സംഭരിക്കുന്നത്? ഹബ്ബ്. ഒരു വെബ് പേജിൽ സ്ക്രോളിംഗ് ചിത്രങ്ങളും വാചകങ്ങളും ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു HTML ടാഗ് ഡാഷ് ആണ്. ഓപ്ഷൻ സി മർക്യൂ. ഒരു വെബ് പേജിൽ സ്ക്രോളിംഗ് ചിത്രങ്ങളും വാചകങ്ങളും ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു HTML ടാഗ് ആണ്. ഓപ്ഷൻ സി. കേരളത്തിൽ ഭൂമിശാസ്ത്രപരമായ സൂചന ടാഗ് നേടിയ ഏറ്റവും പുതിയ ഉൽപ്പന്നം ഏതാണ്? കണ്ണാടിപ്പായ. കേരളത്തിൽ ഭൂമിശാസ്ത്രപരമായ സൂചന ടാഗ് നേടിയ ഏറ്റവും പുതിയ ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ. പോക്സോ ആക്ട് 2012 പ്രകാരം കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമ കേസുകൾ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഓപ്ഷൻ ബിയും സിയും. ബിയും സിയും ശരിയാണ്. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിലും ലോക്കൽ പോലീസിലും കേസുകൾ സബ്മിറ്റ് ചെയ്യാം. വിവാഹിതയായ ഒരു സ്ത്രീയോട് ലൈംഗിക ബന്ധം പുലർത്തുന്നത് ക്രിമിനൽ കുറ്റമായി കാണുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ IPC ഒരു വകുപ്പ് സ്ത്രീകളോട് വിവേചനപരമായി നിലകൊള്ളുന്നു എന്ന കാരണത്താൽ 27 സെപ്റ്റംബർ 2018 ജോസഫ് ഷൈൻ വെസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന സുപ്രധാന വിധിയിലൂടെ സുപ്രീം കോടതി അസാധുവാക്കി. ഏതാണ് ആ വകുപ്പ്? സെക്ഷൻ 497. വിവാഹിതയായ ഒരു സ്ത്രീയോട് ലൈംഗിക ബന്ധം പുലർത്തുന്നത് ക്രിമിനൽ കുറ്റമായി കാണുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഒരു വകുപ്പ് സ്ത്രീകളോട് വിവേചനപരമായി നിലകൊള്ളുന്നു എന്ന കാരണത്താൽ 27 സെപ്റ്റംബർ 2018 ജോസഫ് ഷൈൻ വെസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന സുപ്രധാന വിധിയിലൂടെ സുപ്രീം കോടതി അസാധുവാക്കി. ഏതാണ് ആ വകുപ്പ്? സെക്ഷൻ 497. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1959 ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ പ്രതിപാദിക്കുന്ന പ്രത്യേകതരം വിവേചനത്തിന് എതിരെയുള്ള നിയമമാണ്? ആർട്ടിക്കിൾ 17. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1959 ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ പ്രതിപാദിക്കുന്ന പ്രത്യേകതരം വിവേചനത്തിനെതിരെയുള്ള നിയമമാണ്? ആർട്ടിക്കിൾ 17. വിവരാവകാശ നിയമം 2005 പ്രകാരം സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ പരമാവധി എണ്ണം എത്രയാണ്? 10. വിവരാവകാശ നിയമം 2005 പ്രകാരം സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണറുടെ പരമാവധി എണ്ണം എത്ര? 10. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെൻറ് പിന്തുണയോടെയുള്ള OTT പ്ലാറ്റ്ഫോമിൻ്റെ പേര്? സി സ്പേസ്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ KSFDC ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ഗവൺമെൻറ് പിന്തുണയോടെയുള്ള OTT പ്ലാറ്റ്ഫോമിൻ്റെ പേര്? സി സ്പേസ്. പോക്സോ ആക്ട് 2012 പ്രകാരം നിയമത്തിൻ്റെ നടത്തിപ്പ് നിരീക്ഷിക്കാൻ ഏത് അധികാരിയാണ് ഉത്തരവാദി? കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനുള്ള ദേശീയ കമ്മീഷൻ. പോക്സോ ആക്ട് 2012 പ്രകാരം നിയമത്തിൻ്റെ നടത്തിപ്പ് നിരീക്ഷിക്കാൻ ഏത് അധികാരിയാണ് ഉത്തരവാദി? കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായുള്ള ദേശീയ കമ്മീഷൻ. ഗാർഹിക പീഡന നിയമപ്രകാരം നിയമിക്കപ്പെടുന്ന സംരക്ഷണ ഉദ്യോഗസ്ഥൻ്റെ പങ്ക് എന്താണ്? ഗാർഹിക സംഭവ റിപ്പോർട്ട് തയ്യാറാക്കുകയും നടപടിക്രമങ്ങളിൽ കോടതിയെ സഹായിക്കുകയും ചെയ്യുക. ഗാർഹിക പീഡന നിയമപ്രകാരം നിയമിക്കപ്പെടുന്ന സംരക്ഷണ ഉദ്യോഗസ്ഥൻ്റെ പങ്കാണ് ഗാർഹിക സംഭവ റിപ്പോർട്ട് തയ്യാറാക്കുകയും നടപടിക്രമങ്ങളിൽ കോടതിയെ സഹായിക്കുകയും ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി എഴുതിയ വാക്ക് ഏത്? ശ്രേഷ്ഠം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി എഴുതിയിരിക്കുന്ന വാക്കാണ് ശ്രേഷ്ഠം. മയിൽ എന്ന പദത്തിൻ്റെ പര്യായ പദമല്ലാത്തത് ഏത്? കീരം. മയിൽ എന്ന പദത്തിൻ്റെ പര്യായങ്ങളാണ് ബർഹി, ശിഗി, കേഗി. മയിൽ എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങളാണ് ബർഹി, ശിഗി, കേഗി.
തെറ്റായ അർത്ഥമുള്ള ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡികൾ: ഭ്രമരം വണ്ട്, പരഭൃതം കുയിൽ, നളിനം താമര. ശരിയായ ജോഡികളാണ് ഭ്രമരം വണ്ട്, പരഭ്രതം കുയിൽ, നളിനം താമര. ജഗന്നാഥൻ പിരിച്ചെഴുതിയാൽ ജഗത് പ്ലസ് നാഥൻ. ജഗന്നാഥൻ പിരിച്ചെഴുതിയാൽ ജഗത് പ്ലസ് നാഥൻ. കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ശതകം ചൊല്ലിക്കുക. കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലിയാണ് ശതകം ചൊല്ലിക്കുക. ഒറ്റപ്പദം കണ്ടെത്തുക. ന്യായശാസ്ത്രം പഠിച്ചവൻ. നൈയായികൻ. ന്യായശാസ്ത്രം പഠിച്ചവൻ നൈയായികൻ. നൃപ പ്ലസ് ഇന്ദ്രൻ ചേർത്തെഴുതിയാൽ നൃപേന്ദ്രൻ. നൃപ പ്ലസ് ഇന്ദ്രൻ ചേർത്തെഴുതിയാൽ നൃപേന്ദ്രൻ. ശരിയായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. യവനൻ യവനി. ശരിയായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡിയാണ് യവനൻ യവനി. അധോമുഖൻ എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ഉന്മുഖൻ. അധോമുഖൻ എന്ന പദത്തിന്റെ വിപരീത പദമാണ് ഉന്മുഖൻ. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? റോഡിൽ കാണുന്ന സീബ്ര വരകൾ പദയാത്രികർക്ക് വേണ്ടിയുള്ളതാണ്. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യമാണ് റോഡിൽ കാണുന്ന സീബ്ര വരകൾ പദയാത്രികർക്ക് വേണ്ടിയുള്ളതാണ്.